വി ഡി സതീശനെതിരെ ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. ഒരു ഏകാധിപതിയെ പോലെ വി ഡി സതീശൻ പെരുമാറുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ആ വഴി ഏതായിരിക്കും? LDFിലേക്കുള്ള ഒരു പോക്കായിരിക്കുമോ? അല്ല, വി ഡി സതീശന് ഇനിയും മുൾമുനയിൽ കയറാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങാനും അവിടെ തോറ്റു കഴിഞ്ഞാൽ വി ഡി സതീശന് ഇരിക്കപ്പുറതി ഉണ്ടാകത്തില്ല. കാരണം അൻവറിൻ്റെ വഴി അടച്ചത്, അൻവറിനെ അതിനകത്തോട്ട് കയറ്റാത്തത് ആരാണ്? പ്രധാന എതിരാളി എന്ന് പറയുന്നത് വി ഡി സതീശൻ തന്നെയാണ്. സുധാകരൻ എന്താണ് പറഞ്ഞത്? സുധാകരൻ ഒറ്റയ്ക്കങ്ങ് പറയാനുള്ളത് പറഞ്ഞു. കാരണം സുധാകരൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സുധാകരനും പല തരത്തിലുള്ള അമർഷമുണ്ടായിരുന്നു. വി ഡി സതീശനോട് ആ അമർഷം തീർക്കുകയാണ്. അൻവറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സുധാകരനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴുള്ള നിലവിലെ KPCC പ്രസിഡന്റിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അതെ, അദ്ദേഹം ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ വന്ന ആളാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ക്രൈസ്തവനുമായി. നിലമ്പൂരിലെ ക്രൈസ്തവരുടെ വോട്ട് മുഴുവൻ പോവുകയും ചെയ്തു. അപ്പോൾ പുതിയ KPCC പ്രസിഡന്റിന് ഈ തെരഞ്ഞെടുപ്പ് വെല്ലുവിളിയാണ്. കാരണം ഇത് അവർക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. LDFിനെതിരെ ആഞ്ഞടിക്കാൻ, ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് അണികളിൽ ഒന്ന് ശക്തമായി ഊർജം പകരാൻ. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അണികളിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇനി ഇവിടെ തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിലോ അണികൾ ഇതായിപ്പോവും. കാരണം ഇത് കോൺഗ്രസിൻ്റെ രീതി തുടരുകയാണ്, ഇനി രക്ഷപ്പെടില്ല എന്നവർ വിധിയെഴുതും. ഇത് ലീഗിനറിയാം. അതുകൊണ്ടാണ് ലീഗിൻ്റെ യോഗത്തിൽ സതീശന് നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. കാരണം ലീഗ് കുറേ നാളുകളായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ ഇവരുടെ അധ്വാനം കൂടുതലാണ്. 21 ആദ്യം ഇവരങ്ങ് മറുപക്ഷത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പിണറായിക്കും ഭരണത്തിനും പാർട്ടിക്കുമെതിരായിട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അഴിമതിയും എല്ലാം കൊണ്ടുവന്നും നിറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്ക് സുഖകരമല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മൂന്നാം വട്ടം അവർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും 26-ൽ ഭരണം ഈസി ആയിട്ട് അങ്ങ് പിടിച്ചെടുക്കാമെന്ന് ഈ ലീഗ് കണക്ക് കൂട്ടി. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങ് തകിടം മറിയും. അതോടൊപ്പം തന്നെ ഈ അൻവർ CPM വിട്ടതിന് ശേഷം, LDF വിട്ടതിന് ശേഷം ആദ്യം ഓടിയെത്തുന്നത് പാണക്കാടാണ്. അതിലൂടെ നാം മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ പല വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല ലീഗ് സംഘടിപ്പിച്ച പരിപാടികളിലും ഈ അൻവറിന്റെ നിരന്തര സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ ലീഗുമായി നല്ല ബന്ധം സ്ഥാപിച്ച അൻവറിനെയാണ് UDFിൽ ഉൾപ്പെടുത്താത്തത്. ഈ എന്ത് പറഞ്ഞാലും അൻവറുമായിട്ടൊരു ബന്ധം ലീഗിനുണ്ടെന്നുള്ളതാണ്. അൻവറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചില ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും UDFിന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കിട്ടും എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. ലീഗിൻ്റെ അധ്വാനം നമുക്കറിയാമല്ലോ. അവർ കേരള കോൺഗ്രസിനെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തിയതല്ലേ. ഇപ്പോൾ അതാ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനോടൊപ്പം തന്നെ ഈ സണ്ണി ജോസഫ് അല്ലേ KPCC പ്രസിഡൻ്റായിട്ട് വന്നു. സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതിൻ്റെ കാര്യം തന്നെ എന്താണ്? ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായിട്ടും UDFിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അത് കൃത്യമായി അവർക്കറിയാവുന്നതാണ്. അപ്പോൾ ലീഗ് മനസ്സിലാക്കുന്നത് UDFിന് പ്രതികൂലമായിട്ട് പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് അൻവറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇവിടെ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും LDF ക്യാമ്പുകളിൽ വലിയ ആവേശം ഉണ്ടാക്കും. അവരുടെ തുടർഭരണം എന്നിട്ടുള്ള മുദ്രാവാക്യത്തിന് ഒന്നുകൂടെ ആക്കം കൂടും. ആ ആക്കം കൂടുമ്പോൾ ഇത് കോൺഗ്രസിൻ്റെ അണികളിലെ കാര്യങ്ങളൊക്കെ തടയും. പിന്നെ കേരള കോൺഗ്രസ്സുകാരായാലും ഒക്കെ തന്നെ പലരും കൂട്ടത്തോടെ ഇതിലേക്ക് ജോസഫ് വിഭാഗത്ത് ഉള്ളവർ തന്നെ ഇനി മറ്റേ BJPയിലേക്ക്. അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ ഇപ്പോഴും ആരംഭിക്കുന്നത്? അത് ചോദിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം അവർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം തന്നെ പുതിയ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനിയും കേരള കോൺഗ്രസിൽ നിന്ന് പലരും വരാനിരിക്കുന്നുണ്ടെന്ന്. ശരിയായിരിക്കും.
അത് പിന്നെ ഏത് UDF വിഭാഗത്തിലുള്ള ജോസഫ് അതിലകത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം PJ ജോസഫിൻ്റെ മകനെയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് എതിരഭിപ്രായമുണ്ട്. അവിടെ വെച്ച് കേരള കോൺഗ്രസ് പിളരാനുള്ള സാധ്യതയുമുണ്ട്. കുറേ പേര് BJPയിലേക്ക് വരികയും ചെയ്യുന്നു. കാരണം അവർക്ക് അവിടെ സ്പേസ് കിട്ടും. രാജീവ് ചന്ദ്രശേഖർ അവർക്ക് പ്രബലരായിട്ടുള്ളവർക്കൊക്കെ തന്നെ എത്രത്തോളം പേർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അവരെ സീറ്റ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് വളരെ തന്ത്രപൂർവ്വമാണ് ഇപ്പോൾ ഈ ലീഗ് പല കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലീഗിന് 26 അധികാരത്തിൽ എത്തണം. കോൺഗ്രസ്സിന് ഇപ്പോൾ അത്ര പിന്നെ ഉണർവില്ല, ലീഗിന് ഉണർവുണ്ടെന്നുള്ളതാണ്. ലീഗ് പല കാര്യങ്ങളിലും വിമർശനമൊക്കെ നടത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ആ ഉണർവ് ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അവസാനിക്കുന്ന മട്ടമുണ്ട്. ആ രീതിയിലാണ്. അതാണ് ഞാൻ തുടക്കം സൂചിപ്പിച്ചത്. അൻവറുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നതും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കങ്ങൾ ആദ്യം ആരംഭിച്ചതെല്ലാം ലീഗായിരുന്നു. പക്ഷെ ഇപ്പോൾ ലീഗിനെ പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ആണോ? ഇതൊക്കെ പിന്നെ LDF അനുകൂലമാക്കി മാറ്റുമെന്നുള്ളതാണ്. മാറ്റുമ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ചിലപ്പം ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ലീഗ് മറുകണ്ഠം ചാടും. അവിടെ ചിലപ്പോഴെന്നല്ല LDFൽ വലിയ ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല. ഇല്ലെങ്കിലും വേണ്ട, ഭരണത്തിലെങ്കിലും പങ്കാളിയാകാമല്ലോ, എന്തെങ്കിലും കിട്ടുന്ന. പിന്നെ ഇവിടെ UDFലുള്ളപ്പോൾ 5 സീറ്റ് ഉപമുഖ്യമന്ത്രിയൊക്കെയാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ അവിടെ പോയാൽ 4 സീറ്റെങ്കിലും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ബാർഗെയിനിങ് നടത്തും ലീഗ്. കാരണം ഒരു തുലനാവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് മറുകണ്ഠം ചാടി പോകാനുള്ള സാധ്യതയുമുണ്ട്. അതിവിടെ BJP എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എന്തായാലും ഇതൊരു സെമി ഫൈനൽ തന്നെയാണ്. ആ തരത്തിലേക്ക് അങ്ങ് മാറി കളം. കാരണം അൻവർ ഇപ്പം മറുപക്ഷ ഇറങ്ങി വന്നു, അൻവറിനെ UDF അങ്ങ് എടുത്തിരുന്നുവെങ്കിൽ ഓക്കെ, കാര്യങ്ങളെല്ലാം അങ്ങേയറ്റങ്ങ് പോകും. UDF വലിയൊരു ആവേശവും ചലനവും ഒക്കെ ഉണ്ടാക്കും. UDF വിജയിക്കുകയും ചെയ്യും. ലീഗിന് ക്യാമ്പുകളിലൊക്കെ വലിയ ഉണർവുണ്ടാവുകയും ചെയ്യും. ഇപ്പം ഇവിടെ നോക്ക്, ലീഗ് ആകെ കൂടെ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. ഇതിനിപ്പോൾ ഇവർ നോക്കി ഹൈക്കമാൻഡിനെ അറിയിക്കും. ലീഗ് എല്ലാ പ്രശ്നങ്ങളും ഉടനെ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ലീഗിൻ്റെ വാക്കുകൾ പിന്നെ മുഖവിലക്കെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സാധാരണ ഒരു ഘടകകക്ഷിക്കപ്പുറത്തേക്കുള്ള സ്ഥാനമാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് ലീഗിൻ്റെ വിമർശനവും താക്കീതും മുന്നറിയിപ്പും ഒക്കെ ഇവർക്കിനി അവഗണിക്കാൻ പറ്റത്തില്ല. അത് കോൺഗ്രസ്സിന് വലിയ അപകടം ഉണ്ടാക്കും, UDFനും അപകടം ഉണ്ടാക്കും ലീഗ് എടുക്കാൻ പോകുന്ന നിലപാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.